ഹലോ മക്കൾസ്, വെൽക്കം ടു യൂട്യൂബ്. എടാ, ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. എന്താണ്, ഹിരോഷിമ അടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നാഗസാക്കി ഹിരോഷിമ ഡേ ഒക്കെ അടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് സ്കൂളിൽ ഒരുപാട് മത്സരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുള്ളത് ഉറപ്പായിട്ട് നമുക്കറിയാം. ഹിരോഷിമ എന്ന് പറയുന്നത് ഒരു സന്തോഷത്തോടു കൂടി കേൾക്കേണ്ട അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി കാണേണ്ട ഒരു ഒരു എന്തെല്ലാം ആഘോഷമല്ല. ഇപ്പൊ നമ്മൾ സ്വാതന്ത്ര്യദിനം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ അത് ആഘോഷിക്കും. പക്ഷെ ഇതൊരു ദുഃഖാചരണം പോലെ ആഘോഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, ഹിരോഷിമ എന്ന് പറയുന്നത് ജപ്പാനിൽ അമേരിക്ക കൊണ്ടുപോയിട്ട് വളരെ ദാരുണമായിട്ട് ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായിട്ടും അതിൻ്റെ ഫലങ്ങൾ ഒരുപാട് പിന്നെയും പിന്നെയും അനുഭവിച്ച ഒരു വാർത്തയാണ് ഈ ഹിരോഷിമ എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇനി ഒരു യുദ്ധം പാടില്ല, ഇനി ഒരു യുദ്ധം അങ്ങനെയുള്ള ഒരു ദുഃഖവാർത്ത നമുക്ക് കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ ബോധവൽക്കരണം ചെയ്തുകൊണ്ട് നമ്മൾ പല പരിപാടികളും ഹിരോഷിമ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ചിലർ ഓഗസ്റ്റ് 6 നടത്തുന്നവരുണ്ടാവും, ചിലർ ഓഗസ്റ്റ് 9 നടത്തുന്നവരുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ചില സ്കൂളുകൾ നടത്തുന്നുണ്ടാവും. അത് ഓരോ ടൈമിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ അതിൽ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു മത്സര ഇനമാണ് ഹിരോഷിമ നാഗസാക്കിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം അതൊക്കെ ചേർത്തിണക്കിക്കൊണ്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ. എല്ലാ ഒരു സ്പെഷ്യൽ ഡേയിൽ നടക്കുന്ന പോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ പോസ്റ്റർ മേക്കിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റുള്ള ഒരു എസ്സേ റൈറ്റിംഗ്, ഉപന്യാസ രചന ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾക്ക് അല്ലെങ്കിൽ അത് വെറുതെ ആയിപ്പോയെന്ന് ഒരിക്കലും തോന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, എന്ന് വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ നിർബന്ധിക്കുന്നില്ല മക്കളെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നേരെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ പല കാര്യങ്ങളും, ഈ ഓണം എക്സാം വരാണ്, അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനം വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം, ഹിരോഷിമ ഡേ ക്വിസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ കുട്ടികൾ ഇങ്ങനെ ഓരോ ഇടയിലും, അതുപോലെ തന്നെ ചില കുട്ടികൾ ഇങ്ങനെ ഈ മറ്റേ APJ അബ്ദുൽ കലാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, അങ്ങനെ പല ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ക്വിസും കൊടുക്കുന്നില്ല, നമ്മൾ സ്പെഷ്യൽ ഡേയ്സിന് എല്ലാ സ്കൂളുകളും നടത്തുന്നത് തരുന്നുള്ളൂ. പക്ഷേ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും വിട്ടുകൊടുക്കും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ വീഡിയോ ആയിട്ട് കുറേ വീഡിയോ ചെയ്യുമ്പോൾ ചില നല്ല വീഡിയോസ് അല്ലെങ്കിൽ ചില വേണ്ടപ്പെട്ട വീഡിയോസ് കാണാതെ പോകുമെന്നുള്ളതുകൊണ്ട് നമ്മൾ ചവറ് പോലെ അല്ലെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോ അങ്ങോട്ട് തരുന്നില്ല. വേണ്ടപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ക്വിസ് രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അപ്പോൾ നോക്കാം, നമുക്ക് ഹിരോഷിമ ഡേ ക്വിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് ഹിരോഷിമ നാഗസാക്കി. ഇതാണല്ലോ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇതാണല്ലോ നമ്മൾ അന്നത്തെ ഡേയിലായിട്ട് ഒരുപാട് പരിപാടികൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മൗനമായിട്ട് അവർക്ക് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലെങ്കിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവരുത് എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം ഇതാണ്. അപ്പോൾ ഇതൊരു പട്ടണമാണ് അല്ലെങ്കിൽ ഒരു ടൗൺ ആണ്, ഏത് ഹിരോഷിമ നാഗസാക്കി. ഈ പട്ടണങ്ങളൊക്കെ ഏത് രാജ്യത്താണുള്ളത് എന്ന് വെച്ചാൽ, ഹിരോഷിമ നാഗസാക്കി എന്നുള്ള സംഭവം എവിടെ നടന്ന കാര്യമാണ് മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ജപ്പാനിലാണ് ഹിരോഷിമ നാഗസാക്കി ഇവിടെ പരിപാടി നടന്നത്. അല്ലെങ്കിൽ ഹിരോഷിമ നാഗസാക്കി എന്നുള്ള പട്ടണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ അത് ജപ്പാനിലാണ്. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത്, ഈ ഒരു സമയത്താണ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചൊക്കെ ആയിരുന്നു ജപ്പാനിൽ എന്ത് വരുന്നത്, നമ്മുടെ ഹിരോഷിമ നാഗസാക്കി ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ അണുബോംബ് വർഷിച്ചതൊക്കെ. അപ്പൊ ആ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആ ഒരു സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കയായിരുന്നു. അപ്പൊ നമുക്ക് ആ രാജ്യം കിട്ടി, അമേരിക്കയായിരുന്നു ഹിരോഷിമയിൽ അണുബോംബ് ഇട്ട ആള്. അമേരിക്കയായിരുന്നു ഹിരോഷിമയിൽ അണുബോംബ് ഇടുന്നത്. അത് എന്നാണ് ഇട്ടതെന്ന് വെച്ചാൽ 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ജപ്പാനിൽ, അല്ലെങ്കിൽ ജപ്പാനിലെ പെട്ട തന്നെ ഹിരോഷിമ എന്നുള്ള പട്ടണത്തിൽ, ടൗണിലേക്ക് എന്ത് കൊണ്ടുപോയിട്ടത്, അണുബോംബ് കൊണ്ടുപോയി വർഷിച്ചത് 1945 ഓഗസ്റ്റ് 6. അതുപോലെ ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്തായാലും മക്കളെ, നിങ്ങൾക്കൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ, ഞാൻ പോലും ചെറിയ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ കേട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേരാണ്
ലിറ്റിൽ ബോയ്. അപ്പൊ നാഗസാക്കി വരാനുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. മിസ് എന്ത് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് സാറ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു ചോദിക്കുന്നത്. അപ്പൊ 2 പേര് വരാനുണ്ട്. അപ്പൊ അടുത്ത നാഗസാക്കിയിലുള്ള ബോംബിന്റെ പേര് വരാനുണ്ട്. ഇത് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേരാണ്. ലിറ്റിൽ ബോയ് എന്നാണ് ആ പേരിട്ടത്. ലിറ്റിൽ ബോയ് എന്താണോ അങ്ങനെ ഒരു പേരിട്ടത് അല്ലെ, ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ച ഒരു മൂലകം ഉണ്ടായിരുന്നു. ഒരു മൂലകത്തിന്റെ പേരാണ് യുറേനിയം എന്ന് പറയുന്നത്. ആ യുറേനിയമാണ് ഉപയോഗിച്ചത്. അപ്പൊ നിങ്ങൾക്ക് തെറ്റും, നാഗസാക്കിയിൽ ഉപയോഗിച്ചത് ഏതാണെന്ന് ചോദിക്കും. അത് വരാനുണ്ട്, പ്ലൂട്ടോണിയം എന്നുള്ളത് വരാനുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിരോഷിമയിലെ ബോംബിന്റെ പേരെന്ന് പറയുന്നത് ലിറ്റിൽ ബോയ് എന്നും, അതുപോലെ തന്നെ അതിലുപയോഗിച്ച മൂലകത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ, ആ ബോംബ് ഉണ്ടാവില്ല, ആ ബോംബിലൊക്കെ ബോംബ് പൊട്ടാൻ സഹായിക്കുന്ന മൂലകാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ മൂലകത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ യുറേനിയമാണ്. ഇനി നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേരാണ് ഫാറ്റ്മാൻ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. നാഗസാക്കിയിൽ ഫാറ്റ്മാൻ ആണെങ്കിൽ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ആണ്. അതുപോലെ തന്നെ ഫാറ്റ്മാൻ ഈ അണുബോംബിന്റെ എത്ര വെയിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ 6.4 കിലോഗ്രാം ആണ്. 6.4 കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ്മാന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്, ഒരു വിമാനത്തിൽ കൊണ്ടുപോയിട്ടാണല്ലോ ഇടാ, അതാണ് എനോള ഗേ. എനോള ഗേയിലായിരുന്നു ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച എനോള ഗേ ബോംബർ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു വില്യം എസ് പാർസൺ എന്ന് പറയുന്നത്. വില്യം എസ് പാർസൺ. അപ്പൊ ഇതൊക്കെ ഒന്നും കൂടി ലെവലിൽ കൂടിയ ക്വസ്റ്റ്യൻസിലായിരിക്കും വരാം. ചില ക്ലാസ് ഇപ്പോൾ ഓരോ ലെവൽ ക്ലാസ്സുകൾ ഉണ്ടാവും, ഇപ്പൊ 7, 8, 9. പക്ഷെ ഓരോ സ്കൂൾ നടത്തുമ്പോൾ ഒരിക്കലും UP വിഭാഗം വേറെ, ഹൈസ്കൂൾ വിഭാഗം വേറെ, ഹയർ സെക്കൻഡറി വിഭാഗം വേറെ, അങ്ങനെയായിരിക്കും സ്കൂൾ നടത്തുക. അല്ലാതെ 7ാം ക്ലാസ് വേറെ, 8ാം ക്ലാസ് വേറെ, 9ാം ക്ലാസ് വേറെ, അങ്ങനെ പൊതുവെ നടത്താറില്ല. ഇനി ഇപ്പോൾ എങ്ങനെയാണ് സ്കൂളിൽ എന്ന് വെച്ചാൽ പല സ്കൂളുകളും പല രീതിയിലേക്കായിരിക്കും പൊതുവെ സാധാരണ നടക്കുക. UP വിഭാഗം വേറെ, അതുപോലെ തന്നെ ഹൈസ്കൂൾ വേറെ, ഹയർ സെക്കൻഡറി വേറെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച ഈ എനോള ഗേയുടെ ആ ഒരു വിമാനം ഉണ്ടല്ലോ, അതിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു വെച്ചാൽ വില്യം എസ് പാർസൺ ആയിരുന്നു. അതുപോലെ തന്നെ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് ബോസ്കർ എന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫാറ്റ്മാൻ, നമ്മൾ പറഞ്ഞിരുന്നു ലിറ്റിൽ ബോയിലുള്ള ആ ഹിരോഷിമയിലെ ബോംബ്, അതിലുള്ള മൂലകം എന്ന് പറയുന്നത് യുറേനിയം ആണെങ്കിൽ ഫാറ്റ്മാനിൽ ഉപയോഗിച്ചത് പ്ലൂട്ടോണിയം ആയിരുന്നു. ഫാറ്റ്മാൻ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, ഒരിക്കലും മാറിപ്പോവാൻ ഇടവരരുത്. അതുപോലെ തന്നെ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആയിരുന്നു മേജർ സീനി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പൈലറ്റുമാരൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ലെവൽ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ലെവൽ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ഇത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലേ ബട്ടൺ വാങ്ങി ഹായ് പ്ലേ ബട്ടൺ കിട്ടിയെന്ന് പറഞ്ഞിരിക്കാനല്ല, ഇത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അത് ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനൊക്കെ കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും, എൻ്റെ കസിൻ ആണല്ലോ, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ ആണല്ലോ എനിക്കിത് ഷെയർ ചെയ്തെന്ന്, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ ആണല്ലോ എനിക്കിത് ഷെയർ ചെയ്തെന്ന്. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അഥവാ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത ഈ വീഡിയോ കണ്ടിട്ടാണ് അവർക്ക് ഫസ്റ്റ് പ്രൈസ് എങ്ങാനും കിട്ടിയതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങളെ പിന്നെ അവർ മറക്കും. നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇപ്പൊ നമുക്കൊരു ഹെൽപ്പ് ചെയ്തിട്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടായാൽ ആ ഗുണം ചെയ്തു തന്ന ആളെ നമ്മൾ എന്തെങ്കിലും മറക്കോ? ഒരിക്കലും മറക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്. അപ്പോൾ അതിലേക്ക് ഒരുപാട് അറിവുകളും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഓണപ്പരീക്ഷയ്ക്ക് എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങുന്നുള്ള എല്ലാ കാര്യങ്ങളും വരും. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മേജർ സീനി ആയിരുന്നു നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധത്തെ രണ്ടാം ലോക മഹായുദ്ധ കാലത്തായിരുന്നു അമേരിക്ക ഹിരോഷിമയിൽ എന്തിടുന്നത്, ബോംബ് ഇടുന്നത്. അതിൻ്റെ ഒരു ടൈം, ആ ഒരു ടൈം ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സ്കൂളിൽ രാവിലെ 8:15 ആവുമ്പോഴേക്കും അപ്പോഴാണ് നിങ്ങളുടെ ആ പ്രോഗ്രാം ഒക്കെ വരിക. അല്ലെങ്കിൽ മൗനാചരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെള്ളരിപ്രാവുകൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കൊക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മേലേക്ക് പറത്തുന്നതും, ഇതൊക്കെ ആ 8:15 എന്താണ് 8:15 അത് ആ പരിപാടി വെക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലായാലും നിങ്ങൾക്ക്. 8:15 രാവിലെ 8:15 അമേരിക്ക ഹിരോഷിമയിൽ എന്തിടുന്നത്, അണുബോംബ് ഇടുന്നത്. രാവിലെ 8:15 ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അമേരിക്കയാണ്. എന്തിനാണ് അമേരിക്ക അങ്ങനെ ചെയ്തത്? വെറുതെ ചെയ്തതാണോ? അല്ല. അമേരിക്കയുടെ ഒരു തുറമുഖം ആരക്രമിച്ചിട്ടുണ്ടായിരുന്നു? ജപ്പാൻ ആക്രമിച്ചത്. ആ തുറമുഖത്തിന്റെ പേര് ഏതെന്ന് വെച്ചാൽ പേൾ ഹാർബർ തുറമുഖം. ആ തുറമുഖം ആക്രമിച്ചത് കൊണ്ടാണ്
അമേരിക്ക വെറുതെ ഇരിക്കാതിരുന്നു. അമേരിക്ക ഒരു ചെറുത് കൊടുത്തപ്പോൾ വലുത് വാങ്ങി എന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അതിൽ നിരപരാധികളായിട്ടുള്ള ഒരുപാട്, അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഒരു യുദ്ധം കൊണ്ട് ഈ യുദ്ധം തുടങ്ങി വെച്ച ആളുകളോ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അല്ല പ്രശ്നം. പിന്നെ ആർക്കാണ് പ്രശ്നം? അവർ ചിലപ്പോൾ രക്ഷപ്പെടും. പക്ഷെ ഒന്നും അറിയാത്ത, എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്, എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്, എന്തിനാണ് ഇവിടെ ഒരു പ്രശ്നം എന്നൊന്നും അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പാവപ്പെട്ട മനുഷ്യരാണ് ഇതിൽ പെടുന്നത്. അതാണ് സംഭവിച്ചത്. കാരണം അവിടെ പേൾ ഹാർബർ ആക്രമിച്ചു. സ്വാഭാവികമായിട്ട് അമേരിക്ക എന്ത് ചെയ്തു? ഹിരോഷിമയിൽ നാഗസാക്കിയിൽ അണുബോംബിട്ടു. എത്ര ആളുകളാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ അതാണ് പേൾ ഹാർബർ തുറമുഖമായിരുന്നു ആക്രമിച്ചത്. ഈ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ എന്ന് വെച്ചാൽ ബോംബ് വർഷിച്ചപ്പോൾ അതിന്റെ ഈ അണുബാധ ഏറ്റിട്ടൊക്കെ രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടിയുണ്ട്. ഈ അണുബോംബിൽ രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേരാണ് സഡാക്കോ സസക്കി. അപ്പൊ ഈ സഡാക്കോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. കാരണം അതിൽ പേരിൽ ഒരു കാര്യം കൂടി വരുന്നുണ്ട്, ഞാൻ പറയാം. അപ്പൊ സഡാക്കോ സസക്കി എന്നുള്ള ഒരു പെൺകുട്ടിയാണ് എന്തെന്ന് പറയുന്നത്, രക്താർബുദം ബാധിച്ചത്. ഏത്? ഈ അണുബോംബിന്റെ ഫലമായി, അണുബോംബ് വിട്ടതിന്റെ ഫലമായി രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടിയാണ് സഡാക്കോ സസക്കി എന്ന് പറയും. ഈ സഡാക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാർ ഒരു ഉപദേശം കൊടുത്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ വെളുത്ത കൊക്കുകളെ, അതുകൊണ്ടാണ് നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ വെളുത്ത കൊക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സംഭവത്തിൽ വരുന്നത്. ആ ഒരു എത്ര കൊക്കുകളെ ഉണ്ടാക്കാനാണ് ഉപദേഷ്ടാവ് കൊടുത്തതെന്ന് വെച്ചാൽ 645 645 കൊക്കുകളെ ഉണ്ടാക്കിയിട്ട് വെള്ള കൊക്കുകളെ ഉണ്ടാക്കിയിട്ടോ. എന്ന് വെച്ചാൽ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് എപ്പോഴും ഒരു സമാധാനത്തിന് നിറമായിട്ടുണ്ടല്ലോ. ഇപ്പോൾ യുദ്ധത്തിലൊക്കെ പട്ടാളക്കാരൊക്കെ വെള്ളക്കൊടി വീശുന്നൊക്കെ കണ്ടിട്ടില്ലേ? അതൊരു സമാധാനത്തിന്റെ ഒരു നിറമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്, അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിൽ അമേരിക്കയുടെ പദ്ധതി മാൻഹാട്ടൻ പ്രൊജക്ട്. അതുപോലെ തന്നെ മാൻഹാട്ടൻ പ്രൊജക്ടിന്റെ തലവനാണ് റോബർട്ട് ഓപ്പൺഹൈമർ എന്ന് പറയുന്നത്. ഓപ്പൺഹൈമർ എന്ന് പറയട്ടോ. ഇനി ആ ഓപ്പൺഹൈമർ തന്നെ സ്വാഭാവികമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടേ? ഇപ്പോൾ ഇത് നേരെ കൊണ്ടുപോയി അണുബോംബൊക്കെ ഇടാൻ പറ്റും? ഇല്ല, അത് ആദ്യം ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റിന് അറിയപ്പെടുന്ന പേരാണ് ട്രിനിറ്റി ടെസ്റ്റ് എന്ന് പറയും. ആ ട്രിനിറ്റി ടെസ്റ്റ് എന്ന് നടത്തി വെച്ചാൽ August 6 August 9 ഈ ഹിരോഷിമ നാഗസാക്കിയിൽ അണുബോംബ് ഇടുന്നത്, അല്ലെ? അതിന്റെ മുമ്പ് തന്നെ ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയിരുന്നു. അത് 1945 July 16 ഈ ടെസ്റ്റ് നടത്തിയത്. ഓക്കെ ആണോ? ഇതിട്ടാൽ ഇവരുദ്ദേശിച്ച പോലെ കാര്യങ്ങൾ കിട്ടോ എന്നുള്ളത്. ആറ്റം ബോംബിന്റെ പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത്? ഓപ്പൺഹൈമറിനെ അറിയപ്പെടുന്നത്. കാരണം അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിന്റെ തലവൻ ആരുമായിരുന്നു? ഈ ഓപ്പൺഹൈമറിനായിരുന്നു. അതുകൊണ്ട് തന്നെ അണുബോംബിന്റെ തലവൻ എന്നും അദ്ദേഹത്തിന് വിളിപ്പേരുണ്ട്. ആർക്കാണ്? റോബർട്ട് ഓപ്പൺഹൈമർ എന്ന്. അദ്ദേഹം തന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാൻ മരണമായി കഴിഞ്ഞു, ലോകം നശിപ്പിച്ചവൻ. ശരി തന്നെയല്ലേ? അണുബോംബ് ഉണ്ടാക്കിയ ലോകം നശിപ്പിച്ച പോലെ തന്നെയല്ലേ? അദ്ദേഹം തന്നെ പറയുന്നതാണ്. ആറ്റം ബോംബിന്റെ വിനാശ ശക്തി കണ്ടിട്ട്, എന്നുവെച്ചാൽ ട്രിനിറ്റി ടെസ്റ്റ് കണ്ടപ്പോൾ, ഈ ഒരു ശക്തി കണ്ടപ്പോൾ തന്നെ ഓപ്പൺഹൈമർ പറയുന്നതാണ്, ഞാൻ എന്തായി കഴിഞ്ഞു? ഒരു വിനാശ ശക്തിയായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ മരണമായി കഴിഞ്ഞു, ലോകം നശിപ്പിച്ചവനാണ് ഞാൻ എന്ന് പറയുന്നത്. എത്ര ആത്മാഭിമാനത്തോട് പറയുന്നതാണ്. നമുക്കൊക്കെ അങ്ങനെ പറയാൻ കഴിയും? അദ്ദേഹം ആ കാര്യമാണ് എടുത്തു പറയുന്നത്. അങ്ങനെ പറഞ്ഞ വ്യക്തി, ചരിത്ര പ്രസിദ്ധമായ വാക്കുകൾ ആരുടേതാണെന്ന് വെച്ചാൽ ഓപ്പൺഹൈമർ. ആരായിരുന്നു? ഓപ്പൺഹൈമർ. കാരണം അണുബോംബിന്റെ പിതാവായിരുന്നു. ഇനി അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരുന്നവർക്ക് ജപ്പാനീസ്, അണുബോംബ് കിട്ടിയ ആളുകൾ തന്നെ എല്ലാവരും മരണപ്പെട്ടിട്ടില്ല. ഒരുപാട് ഇപ്പൊ രക്താർബുദം ബാധിച്ച് ഒരു പെൺകുട്ടി ജീവിച്ചു, പിന്നെയാണ് മരണപ്പെട്ടത്, അല്ലെ? അങ്ങനെ അണുബോംബിന്റെ ഇരയായിരുന്നിട്ടും ജീവിച്ചിരുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ ഒരു പേര് പറയുന്നുണ്ട്. ആ പേരാണ് ഹിബാകുഷ എന്ന് പറയും. ഹിബാകുഷ എന്നാ പറയും. ഹിബാകുഷ എന്ന് പറഞ്ഞാൽ അത് ജപ്പാനീസ് വേർഡാണ്. ആ ജപ്പാനീസ് വേർഡിന്റെ മീനിങ് വരുന്നത് സ്ഫോടന ബാധിത ജനത എന്നാണ്. സ്ഫോടനം ബാധിച്ചെന്ന് വെച്ചാൽ ബോംബാക്രമണത്തിൽ അത് ബാധിച്ച ജനതയെ അവർ വിളിച്ചിരുന്ന പേര് ഹിബാകുഷ എന്നാണ്. മീനിങ് സ്ഫോടന ബാധിത ജനത എന്നാണ്. ഇനി അവർക്ക് വേണ്ടിയിട്ട് തന്നെ ആദ്യ ആറ്റം ബോംബിന്റെ കെടുതി അനുഭവിച്ചിരുന്ന ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയത്തിന്റെ പേരാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. എന്ന് വെച്ചാൽ ഹിരോഷിമയുടെ സമാധാനം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 1000 കൊക്കുകളും, ഇത് കണ്ടിട്ടോ, 1000 കൊക്കുകളും ഒരു ശാന്തി പ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ്? ഈ കൊക്കുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കില്ലേ മക്കളെ? സഡാക്കോ സസക്കി എന്ന് പറഞ്ഞിട്ടുള്ള 645 കൊക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കൂട്ടുകാർ ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ പേരിലാണ് കൊക്കുകളൊക്കെ ഉണ്ടായത്. 1000 കൊക്കുകളും ഒരു ശാന്തി പ്രാവ് എന്നുള്ള ബാലസാഹിത്യ കൃതിയുടെ രചയിതാവാണ് എസ് ശിവദാസ്. അതും നിങ്ങളോട് ചോദിക്കട്ടെ, ക്വിസ് കോമ്പറ്റീഷന് നന്നായിട്ട് വരുന്ന ഒരു എപ്പോഴും കോമൺ ആയി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. 1000 കൊക്കുകളും ഒരു ശാന്തി പ്രാവ് എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവാണ് എസ് ശിവദാസ് എന്ന് പറഞ്ഞത്. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന ഏതാണ്? ശാന്തിയുടെ നഗരം. ഹിരോഷിമക്ക് അങ്ങനെ ഒരു പേരിട്ട് കൊടുത്തു. ശാന്തിയുടെ നഗരം എന്നാണ് ഹിരോഷിമയെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ആറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ച ജനത നേരത്തെ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു കേട്ടോ. ഈ ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ച ഏത് പട്ടണത്തിലാണ്? ലോകത്ത് തന്നെ അണുബോംബ്
പരീക്ഷിച്ച അല്ലെങ്കിൽ അണുബോംബ് വർഷിച്ച ഒരു രാജ്യം അത് ജപ്പാനാണ്. അത് ഏത് ടൗൺ ആണോ എന്ന് ചോദിച്ചാൽ അത് ഹിരോഷിമയിലാണ്. ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ വെച്ചാൽ മെക്സിക്കോയിലെ മരുഭൂമിയിലായിരുന്നു. ആ ടെസ്റ്റാണ് എന്തെന്ന് പറഞ്ഞാൽ ട്രിനിറ്റി സൈറ്റ് അല്ലെങ്കിൽ ട്രിനിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറയും. ട്രിനിറ്റി സൈറ്റിലായിരുന്നു ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത്. അപ്പോഴാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഓപ്പൺഹൈമർ പറഞ്ഞത്, ഞാൻ മരണമായി കഴിഞ്ഞു, ഞാൻ ഈ ലോകത്ത് നശിപ്പിച്ചവനാണെന്നൊക്കെ പറഞ്ഞത് ഓപ്പൺഹൈമർ ഈ ഒരു ട്രിനിറ്റി സൈറ്റിലായിരുന്നു. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധം നടന്ന അല്ലെങ്കിൽ ആരംഭിച്ച വർഷം 1939 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യവും അമേരിക്ക തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അണുബോംബ്. നമ്മൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത് രാജസ്ഥാനിലൊക്കെ ആയിരുന്നു, നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നത്. അതിന്റെ ഒരു കോഡ് ഭാഷ ഉണ്ട്, ഒരു രഹസ്യനാമം ഉണ്ടായിരുന്നു, ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു. ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് നമ്മൾ വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടനം. എന്നാണ് 1974 മെയ് 18 ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന്റെ രഹസ്യനാമം എന്തെന്ന് ചോദിക്കും, അതും കോമൺ ആയി ചോദിച്ചു വരുന്ന അല്ലെങ്കിൽ കോമൺ ആയി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ അണുവിസ്ഫോടനത്തിന്റെ രഹസ്യനാമം എന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്തായിരുന്നു ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ്? അതും രണ്ടാം ലോക മഹായുദ്ധത്തിലാണ്. പിന്നെ പുറത്തു പോകൂ ശപിക്കപ്പെട്ടവൻ എന്ന കൃതിയുടെ രചയിതാവ് സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടില്ലേ? കേൾക്കാത്തവരാരുണ്ടാവില്ല. അമേരിക്കയും ഇറാഖും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള യുദ്ധത്തിനിടയിൽ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. യുദ്ധവും സമാധാനം എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ്. യുദ്ധം സമാധാനം എന്ന പ്രശസ്ത കൃതിയുടെ. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച് ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആരുടെ ഡയറിയാണത്? അതാണ് ആൻ ഫ്രാങ്കിന്റെ ആൻ ഫ്രാങ്ക് എന്നുള്ള ഒരു പെൺകുട്ടിയുടെ ഡയറിയാണ് ഇതെന്ന് പറഞ്ഞത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറിയാണ്. അത് ആരുടേതെന്ന് വെച്ചാൽ ആൻ ഫ്രാങ്കിന്റെ ആയിരുന്നു. ഇനി ഈ അണുബോംബ് ഉണ്ടാക്കുന്നില്ലടാ, നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ നിങ്ങളുടെ ചാപ്റ്റർ അല്ലെങ്കിൽ ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. നിങ്ങൾ ഫിസിക്സ് അല്ലെങ്കിൽ ബേസിക് സയൻസിലൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആ ഒരു ചാപ്റ്ററിലൊക്കെ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ കാണാം, ഈ ഒരു സിദ്ധാന്തം കാണാം. എന്ന് വെച്ചാൽ E=mc². E=mc². ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അണുബോംബിന്റെ കണ്ടുപിടുത്തത്തിന് വഴിവരും. എന്ന് വെച്ചാൽ അണുബോംബ് ഉണ്ടാക്കിയത് തന്നെ ഈ ഒരു സംഭവത്തിലൂടെയാണ്, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ സ്കൂൾ ടീച്ചർ ഈ ഇക്വേഷൻ ഒക്കെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ E=mc² എന്നുള്ള ഇക്വേഷൻ ഒക്കെ പഠിപ്പിച്ചു തരുമ്പോൾ അത് ടീച്ചർമാർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും എങ്ങനെയാണ് ആ ബോംബിലേക്ക് വന്നത്. അപ്പൊ ആ ബോംബ് ഉണ്ടാക്കാനുള്ള ഒരു ഇക്വേഷൻ ഇത് തന്നെയായിരുന്നു കേട്ടോ. അത് ആരാണ് ആ ഇക്വേഷൻ ഉണ്ടാക്കിയത്? എടാ, ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ല ആ ഇക്വേഷൻ. ആ ഇക്വേഷൻ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുണ്ടാക്കിയ. പക്ഷേ ആ ഇക്വേഷൻ എന്തിലേക്ക് എടുത്തു? അമേരിക്ക ഈ അണുബോംബ് ഉണ്ടാക്കുന്നതിലെടുത്തു. അപ്പൊ ആരാണ് ആ ശാസ്ത്രജ്ഞൻ എന്ന് വെച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീന്റെ ഇക്വേഷൻ ആണ് E=mc² എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ജപ്പാനാണ്. അപ്പോൾ നമ്മുടെ ശാന്തിയുടെ നാട് എന്നറിയപ്പെട്ടത് ഏതായിരുന്നു? ശാന്തി നഗരം എന്നറിയപ്പെട്ടത് അത് ഹിരോഷിമാണ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാനാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോരുത് കേട്ടോ. അതുപോലെ തന്നെ ജപ്പാനിൽ വർഷിച്ച അണുബോംബിന്റെ വികിരണമേറ്റ് രോഗബാധിതനായ പെൺകുട്ടിയുടെ പേരെന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, രക്താർബുദം ബാധിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് സഡാക്കോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സഡാക്കോ സസാക്കി നിർമ്മിച്ച ലോക സമാധാനത്തിന്റെ പ്രതീകങ്ങളായ കടലാസ് കൊക്കിന്റെ പേരാണ്. ഇത് നന്നായിട്ട് ചോദിക്കുക, കാരണം നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ സമാധാന കൊക്കുകൾ നിങ്ങൾ ഉണ്ടാക്കും. എല്ലാവരും ഹിരോഷിമ ദിനത്തിന്റെ അന്ന് കൊക്ക് നിർമ്മാണത്തിന് ഉണ്ടായിരിക്കും. അപ്പൊ ആ കൊക്ക് നിർമ്മാണമൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടാക്കി പഠിക്കുക. കാരണം കൊക്ക് നിർമ്മാണത്തിന്റെ മത്സരങ്ങളൊക്കെ സ്കൂളിലൊക്കെ നടക്കാറുണ്ട്. ഈ UP വിഭാഗത്തിലൊക്കെ അത് നടക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ LP വിഭാഗത്തിലൊക്കെ നടക്കാറുണ്ട്. ആരെങ്കിലും കസിൻസോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലൊക്കെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, കൊക്ക് നിർമ്മാണമൊക്കെ ഉണ്ടായിരിക്കും. ആ കൊക്കിന്റെ പേരാണ് സഡാക്കോ കൊക്കുകൾ എന്നായിരുന്നു പേര്. എന്തുകൊണ്ടാണ് ആ കൊക്കിന് അങ്ങനെ പേര് വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കൊക്ക് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയാണ് അത് ഉണ്ടാക്കിയത്. ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സഡാക്കോ കൊക്കുകൾ എന്ന് പേരിൽ അറിയപ്പെട്ടത്. സഡാക്കോ സസാക്കി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി രക്താർബുദത്തെ തുടർന്ന് മരണപ്പെട്ടു. എങ്ങനെ രക്താർബുദം വന്ന്? അണുബോംബിന്റെ ഫലമായിട്ട് വന്നതാണ്.
അതുപോലെ തന്നെ പിന്നെ ലോക സമാധാനത്തിനായിട്ട് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പുറത്ത് ബോംബിടുക, നേരെ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിക്കുക, ജപ്പാൻ ഹിരോഷിമ നാഗസാക്കിയിൽ അണുബോംബ് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടന്നാൽ മതിയോ? ഇല്ല. ലോക സമാധാനം വേണം. അതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന, അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ, ഷോർട്ട് ഫോമിൽ UNO എന്ന് പറയും. UNO ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കിലാണ്. UNO എന്ന് പറയുന്നത് കാരണം എല്ലാ രാജ്യങ്ങളിലെയും ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് UNO, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്നൊക്കെ പറയും. ഓക്കെ, അത് ഏതിന്റെ ഭാഗമായിട്ടാണെന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്, അല്ലെങ്കിൽ ശേഷം ഉണ്ടായതാണ്, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു സംഘടനയാണ് UNO, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി ന്യൂയോർക്കിൽ ന്യൂയോർക്കിലാണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെയാണ് മക്കളെ. അപ്പൊ നമ്മൾ ഹിരോഷിയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താൽ നിങ്ങളും കേൾക്കൂല, എനിക്കത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയും ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരും. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടി കിട്ടുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊരു PDF ആക്കിയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരും. ഓരോരുത്തർക്കും നമുക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്ത ഒരു പരിപാടിയാണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളല്ലേ, നമ്മളെ അന്വേഷിച്ച് വന്ന കുട്ടികളല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ കമന്റ് ബോക്സിൽ കയറി കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തും. ആ ഗ്രൂപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ പിന്നെ മടിച്ച് നിൽക്കരുത്, നാളേക്ക് കയറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ PDF നിങ്ങൾക്ക് കിട്ടൂല. ക്വിസ് കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് വാങ്ങാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇനി ഓരോ വീഡിയോസും നമ്മൾ എന്തായിരിക്കും നിങ്ങൾക്ക് വേണ്ടി തരും. അതുപോലെ തന്നെ പോസ്റ്റർ മേക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വരുന്ന നമ്മൾ പറയില്ല കൊക്കിന്റെ നിർമ്മാണം, സഡാക്കോ കൊക്കുകൾ, അതിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ essay റൈറ്റിംഗ് സ്കൂൾ നടക്കും, അതിനെന്തൊക്കെയാണ് എഴുതേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പ്രസംഗ മത്സരം നടക്കും. ഈ ഹിരോഷിമ ദിനത്തെ ബന്ധപ്പെട്ടിട്ട് പ്രസംഗ മത്സരങ്ങൾ നടക്കും. അപ്പൊ അതിലെന്തൊക്കെ പോയിന്റുകളാണ്? വെറുതെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമുണ്ടോ? വെറുതെ തൊണ്ട കീറി പ്രസംഗിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതിലുള്ള പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും നല്ല അടിപൊളി മാർക്ക് വാങ്ങി അടിപൊളിയായിട്ട് തന്നെ വിന്നർ ആവാൻ കഴിയട്ടെ. വിന്നർ ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഓക്കെ, ബൈ ബൈ.